എല്ലാ തിന്മകളുടെയും പിന്നിൽ ഏറ്റവും വലിയ വില്ലനായി പ്രവർത്തിച്ചത് ലഹരിയായിരുന്നു എന്നത് നമുക്ക് കാണാനാകും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞു, അൽ മർഉ അലാ ദീനി ഖലീലി, മനുഷ്യരെ ഓരോരുത്തരും അവന്റെ കൂട്ടുകാരന്റെ ദീനിലാണ്. ഓരോ മനുഷ്യനും അവന്റെ കൂട്ടുകാരൻ ചില സ്വാധീനം ഉണ്ടാക്കാൻ കഴിയും. അതുകൊണ്ട് ഓരോരുത്തരും തങ്ങൾ ആരോട് കൂട്ടുകൂടുന്നു എന്നതുവരെ കൃത്യമായ പരിശോധനകൾ നടത്തണമെന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശം എത്ര കൃത്യമാണ്. ഓരോ വ്യക്തികളും ഈ രംഗത്ത് എടുക്കേണ്ട ചില തീരുമാനങ്ങളും ചില നിർദ്ദേശങ്ങളും ഉണ്ട്. അത് ആ വ്യക്തികൾ പാലിക്കണം. കുടുംബത്തിന് കുടുംബത്തിൻ്റെതായ ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. കുടുംബത്തിലെ ഓരോരുത്തരും ആ ഉത്തരവാദിത്തം നിർവഹിക്കണം. ഓരോ രക്ഷിതാവും തന്റെ കുട്ടിയുടെ കാര്യത്തിൽ നല്ല നിതാന്ത ജാഗ്രതയുള്ളവരായി ജീവിക്കണം. കുട്ടികളെ യഥേഷ്ടം തുറന്നുവിടുകയും അവർക്ക് ഇന്ത്യ രാജ്യം നിശ്ചയിച്ച പ്രായപൂർത്തിയുടെ പ്രായമായ 18 തീരുമ്പോ ഇനി എങ്ങനെ ജീവിക്കണം, എവിടെ പോകണം, എന്തു കാണണം, എവിടെ എന്തെല്ലാം കാര്യങ്ങൾ കഴിക്കണം എന്നൊക്കെ കുട്ടി തീരുമാനിക്കട്ടെ എന്ന് പറയുന്ന പിന്തിരിപ്പൻ ആശയങ്ങൾക്ക് നമ്മുടെ കുട്ടികൾ അടിമപ്പെടുന്ന സാഹചര്യം ഉണ്ടായാൽ വാർത്താ മാധ്യമങ്ങളിൽ കാണുന്ന കാഴ്ചകളും കേൾവികളും നമ്മളുടെ വീടകങ്ങളിൽ നിന്ന് പകർത്തി പോകുന്ന ദുരന്തത്തിന് കുടുംബസമേതം നമ്മൾ സാക്ഷ്യം വഹിക്കേണ്ടി വരും. അതുകൊണ്ട് ഉമ്മയും ഉപ്പയും ജ്യേഷ്ഠാനുജ സഹോദരങ്ങളും മക്കളും ഭാര്യയും ഭർത്താവും ഇണകളും നിർവഹിക്കേണ്ട ബാധ്യത നിർവഹിക്കണം. സമൂഹത്തിലെ ഓരോ അംഗത്തിനും ഇവിടെ നിർവഹിക്കാൻ ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ഓരോ കൂട്ടായ്മയും നിർവഹിക്കേണ്ട ഉത്തരവാദിത്തങ്ങളുണ്ട്. വിസ്ഡം സ്റ്റുഡൻസ്, വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനും അതിന്റെ യുവജന വിഭാഗവും അതിന്റെ വിദ്യാർത്ഥി വിഭാഗവും വനിതാ വിദ്യാർത്ഥിനി വിഭാഗങ്ങളും ബാലവേദി കൂട്ടായ്മയടക്കം ആ ദൗത്യമാണ് ഇവിടെ നിർവഹിക്കുന്നത്. സംഘടനകൾ ഓരോരുത്തരും കൂട്ടായ്മകൾ ഓരോരുത്തരും അവരുടെ ബാധ്യത നിർവഹിക്കണം.